بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا اللهم زينا بزينة الإيمان واجعلنا هداة مهتدين أما بعد പ്രിയമുള്ള ഈ മർക്കസിലെ വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഖവാഇദുൽ അർബഅ എന്ന പ്രസിദ്ധമായ മഹത്തരമായ എന്നാൽ ചെറിയ റിസാലയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അൽ ഖവാഇദ് അൽ അർബഅ എന്ന് പറഞ്ഞാൽ 4 അടിസ്ഥാന കാര്യങ്ങൾ. ശിർക്കിനെയും അതിന്റെ ആളുകളെയും തൗഹീദിനെയും അതിന്റെ ആളുകളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ ഉപകരിക്കുന്നതാണ് ഈ 4 അടിസ്ഥാനങ്ങൾ. അതിലൊന്നാമത്തേത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു, അൽഹംദുലില്ലാഹ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവിടുത്തെ എതിരാളികളായിരുന്ന മുശ്രിക്കുകൾ, അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് ഖാലിഖും മുദബ്ബിറും, അഥവാ അള്ളാഹുവാണ് സ്രഷ്ടാവും എല്ലാം നിയന്ത്രിക്കുന്നവനും എന്ന് വിശ്വസിച്ചവരായിരുന്നു. പക്ഷെ അതുകൊണ്ട് മാത്രം അവർ ഇസ്ലാമിലേക്ക് വന്നില്ല. കാരണം അള്ളാഹു മാത്രമാണ് സ്രഷ്ടാവ് എന്ന് വിശ്വസിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല. മറിച്ച് ഇബാദത്തുകൾ, ആരാധനയുടെ അംശങ്ങൾ മുഴുവൻ അള്ളാഹുവിനെ മാത്രമാക്കണം, എന്നാലേ ഒരാൾ മുസ്ലിമാകൂ. പരിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ അതിന് തെളിവാണ്. ആരാണ് ആകാശഭൂമികളെ പടച്ചത്, ആരാണ് നിങ്ങളെ പടച്ചത്, ആരാണ് മഴ പെയ്യിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ മുശ്രിക്കുകൾ ഉത്തരം പറയുക അള്ളാഹുവാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. രണ്ടാമത്തെ ഖാഇദ, القاعدة الثانية أنهم يقولون شيخ الإسلام പറയുന്നു, ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്, أنهم يقولون അവർ പറയുന്നു, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന മുശ്രിക്കുകൾ, അവർ മുശ്രിക്കുകളായിരുന്നു എന്നതിൽ ആർക്കും തർക്കമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു കൂട്ടർ ചെയ്യുന്നത് ശിർക്കാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ വളരെ ഉപകാരപ്പെടും. നമുക്ക് യോജിക്കാവുന്ന ഒരു തത്വമാണ് മുശ്രിക്കുകളെന്ന് നമ്മൾ 2 കൂട്ടരും അംഗീകരിക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ. അതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ മുശ്രിക്കുകൾ. അവർ ശിർക്കാണ് ചെയ്തത് എന്നതിൽ ആർക്കും തർക്കമില്ല. ഇവിടെ ഔലിയാക്കളെ, അമ്പിയാക്കളെ വിളിച്ചു തേടുകയും അത് ശിർക്കല്ല, അത് ഇസ്ലാമാണ് എന്ന് പറയുന്ന ആളുകൾക്ക് തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചവർ മുശ്രിക്കുകളായിരുന്നു എന്ന്. ഇനി അതും ശിർക്കല്ല എന്ന മറ്റോ പുതിയ വാദം ആരെങ്കിലും പറഞ്ഞാലേ പ്രശ്നമുള്ളൂ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. കാരണം എന്തും ദീനിന്റെ പേരിൽ പറയാം എന്ന രൂപത്തിലാണ് പല ആളുകളും ഉള്ളത്. ചില ആളുകൾ ദീൻ പഠിച്ചു എന്ന് പറയുന്ന, ദീൻ പഠിച്ചവരുടെ കുപ്പായമണിയുന്ന ചില ആളുകൾ അള്ളാഹു ആണ് തരുന്നത് എന്ന് വിശ്വസിച്ച് ലാത്തയും ഉസ്സയും വിളിച്ചാലും കുഴപ്പമില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ പറഞ്ഞു വന്നത് അവർ മുശ്രിക്കുകളായിരുന്നു എന്നതിൽ സാധാരണ ഒരു നിലക്കും മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. അവരുടെ ശിർക്ക് എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നത് ഈ വിഷയത്തിൽ തർക്കം തീർക്കാനുള്ള ഒരു നല്ല മാർഗമാണ്. അതാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ റിസാലയിലൂടെ ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നു അവരുടെ വിശ്വാസം എന്ന് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ തെളിയിക്കുന്നു. അന്നഹും യഖൂലൂൻ, അവർ, അന്നത്തെ മുശ്രിക്കുകൾ പറയുന്നു, അവരെന്താണ് വാദിച്ചത്? മാ ദഅൗനാഹും വതവജ്ജഹ്നാ ഇലൈഹിം
إلا لطلب القربة والشفاعة ما دعوناهم നമ്മൾ ഇവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല വതവജ്ജഹ്ന ഇലൈഹിം നമ്മൾ ഇവരിലേക്ക് തിരിയുന്നില്ല ഇല്ലാ ലിതലബിൽ ഖുർബ ഖുർബത്ത് തേടിക്കൊണ്ടല്ലാതെ വശഫാഅ ഷഫാഅത്തിനു വേണ്ടിയല്ലാതെ. നോക്കൂ, ആ മുശ്രിക്കുകൾ പറയുകയാണ്, അവർ എന്താണ് വാദിച്ചത്? ഞങ്ങളുടെ ഇലാഹുകൾ ആരാധിക്കുന്നത് ഖുർബിനു വേണ്ടിയാണ്, ഖുർബത്തിനു വേണ്ടിയാണ്, അഥവാ അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ വേണ്ടിയാണ്. വശഫാഅ അള്ളാഹുവിനോട് നമ്മുടെ കാര്യം പറയാൻ, ശുപാർശ പറയാൻ വേണ്ടിയാണ്. ഇതായിരുന്നു അവരുടെ വാദം. സുബ്ഹാനല്ലാഹ്, ഇത് ഒരിക്കലും കേൾക്കുക പോലും ചെയ്യാത്ത ആളുകളാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് വലിയൊരു സംഖ്യ വരുന്ന മുസ്ലിമീങ്ങളുടെ സ്ഥിതി എന്താണ്? അവർ ഇത് കേട്ടിട്ടേ ഇല്ല. അവരിൽ പലരും വിശ്വസിക്കുന്നത് മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാൽ 2 അള്ളാഹുണ്ട് എന്ന് വിശ്വസിക്കണം, എന്നാൽ ഒരാൾ മുശ്രിക്കാവുള്ളൂ എന്നാണ്. അങ്ങനെയാണ് കരുതി പോകുന്നത്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വെച്ച് മുന്നിൽ വെച്ച് അതിനോട് തേടിയാൽ മാത്രമേ, അതിനോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയുള്ളൂ. ഇങ്ങനെ പല രൂപത്തിലാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ സത്യം എന്താണ്? ഇതാ രണ്ടാമത്തെ ഖായിദ. എന്നാൽ അവർ പറഞ്ഞത്, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത്, ഞങ്ങൾ ഇവരോട് തേടുന്നത്, ഇവരിലേക്ക് പ്രാർത്ഥനയുടെ കരങ്ങളുമായി തിരിയുന്നത് ഇവർ അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ കാര്യം ഷഫാഅത്തിനു വേണ്ടിയാണ്, ശുപാർശക്ക് വേണ്ടിയാണ്. നോക്കൂ, എന്തൊരു സാദൃശ്യമാണ്. കാരണം ഇന്നത്തെ ശിർക്കിൽ അകപ്പെട്ടിട്ടുള്ള ആളുകൾ പറയുന്ന അതേ ന്യായം ഓരോരുത്തരുമാണല്ലോ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പറയേണ്ടത്. അന്നത്തെ കാലത്തെ മുശ്രിക്കുകൾ പറഞ്ഞത്, അവരാണ് അവരുടെ വിശ്വാസം നന്നായി അറിയുന്നവർ. അവർ പറഞ്ഞതാണ്, ഞങ്ങൾ ഇവരോട് തേടുന്നത് എന്തിനാണ്? ഇവർ അള്ളാഹുലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ. ഞങ്ങൾ ഇവരോട് തേടുന്നത് എന്തിനാണ്? ഞങ്ങൾ ഇവരോട് ഞങ്ങളുടെ കാര്യം പറയും, ഇവർ അള്ളാഹുവിനോട് പറയും. എത്ര ആളുകളുണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ ന്യായം പറയുന്നവർ? എത്ര ആളുകളുണ്ട്? നമ്മൾ അമ്പിയാ ഉലിയാക്കന്മാരെ വിളിച്ചു തേടുന്നത് അവർ അള്ളാഹുവിന്റെ അടുപ്പം കിട്ടിയവരാണ്. അവർ അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കാൻ, നമ്മുടെ കാര്യം അവർ അള്ളാഹുവിനോട് പറയാൻ. എന്നിട്ട് ഉദാഹരണങ്ങൾ വരെ പറയാറുണ്ട്, ഒരു മടിയുമില്ലാതെ. സാധാ ജനങ്ങൾ ഈ ഉദാഹരണം പറയും, അവർക്ക് കിട്ടിയത് മുസ്ലിയാക്കന്മാരുടെ അടുത്ത് നിന്നാണ്. മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് പോവോ? ഇല്ല. ആദ്യം നമ്മുടെ നാട്ടിലെ ലോക്കൽ നേതാവിനെ കാണും, അയാൾ വഴി MLA കാണും, എന്നിട്ട് മന്ത്രിയെ കാണും, എന്നിട്ട് മുഖ്യമന്ത്രിയെ കാണും. അല്ലാതെ നേരിട്ട് പോകാൻ പറ്റുമോ? വേറെ ചില കടന്ന ഉദാഹരണങ്ങൾ പറയും, ട്രാൻസ്ഫോമറിന് നേരിട്ട് കറണ്ട് എടുക്കാൻ പറ്റുമോ? അടിച്ചു പോകില്ലേ? അപ്പൊ അതിങ്ങനെ ചുരുക്കി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയ രൂപത്തിൽ കൊണ്ടുവന്ന് തരാൻ ഉള്ള കേന്ദ്രങ്ങൾ വേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവർ ആ ഉദാഹരണം റബ്ബിലേക്ക് ചാർത്തുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിനെ കുറിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ, ഇതുപോലുള്ള ഉദാഹരണങ്ങൾ പറയാൻ പാടുണ്ടോ? അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കിയ ഒരു മുസ്ലിമിനെ എങ്ങനെ പറയാൻ സാധിക്കും? അത് ദുനിയാവിലെ ശുപാർശയെ പരലോകത്തെ ശുപാർശയുമായി എങ്ങനെ സാദൃശ്യപ്പെടുത്താൻ സാധിക്കും? ഇതെല്ലാം ഇതേപോലെ നമ്മൾ അത്ഭുതപ്പെടുന്ന രൂപത്തിൽ ആളുകൾ പറയുന്നത് കാണാം. അപ്പൊ അതേ ശിർക്ക് തന്നെയാണ്, അന്നത്തെ ശിർക്ക് തന്നെയാണ് ഇന്നും സംഭവിച്ചിട്ടുള്ളത് എന്നതിനുള്ള വ്യക്തമായ തെളിവാണ് ഇത്. ഫദലീലുൽ ഖുർബ, ഷെയ്ഖ് പറയുന്നു, ഫദലീലുൽ ഖുർബ, ഖുർബത്തിനുള്ള തെളിവ്, അഥവാ ഞങ്ങൾ ഇവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിലേക്ക് ഇവർ ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് എന്നായിരുന്നു അവരുടെ വാദം. അതിനുള്ള തെളിവ് ഖൗലുഹു തആല, അള്ളാഹുവിന്റെ ഈ വാക്കാണ്. സൂറത്തു സുമറിലെ 3-ാമത്തെ ആയത്ത്, പരിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ സൂറത്തു സുമറിലെ 3-ാമത്തെ ആയത്ത്. അള്ളാഹു പറയുന്നു, അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ് والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار. ألا അറിയണം, ലില്ലാഹി അല്ലാഹുവിനുള്ളതാണ് അദ്ദീനുൽ ഖാലിസ്, കലർപ്പില്ലാത്ത ദീൻ.
മറ്റൊരാൾക്കും കൊടുക്കാതെ ഉള്ള കീഴ്വണക്കം, അങ്ങേയറ്റത്തെ താഴ്മ, അത് അള്ളാഹുവിനു വേണ്ടി മാത്രമുള്ളതാണ്, അള്ളാഹുവിന് മാത്രമുള്ളതാണ്. വല്ലദീന ഇത്തഖദൂ, എന്നാൽ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ, ഔലിയാ, ചില ഔലിയായിനെ, അള്ളാഹുവിന് പുറമെ ചില വലിയകളെ, മിത്രങ്ങളെ സ്വീകരിച്ചിട്ടുള്ള, രക്ഷാധികാരികളെ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ അവരെന്താണ് പറയുന്നത്? മാ നഅ്ബുദുഹും, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ, ഇല്ലാ ലിയുഖർരിബൂന, ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ, ഇലല്ലാഹി, അള്ളാഹുലേക്ക്, സുൽഫ, ഒരടുപ്പം അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ, അള്ളാഹു അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ് അവർ അഭിപ്രായ വ്യത്യാസത്തിലായ കാര്യത്തിൽ. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ, തീർച്ചയായും അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല, മൻ ഹുവ കാദിബുൻ, കള്ളനായ ഒരാള്, കഫാർ, അങ്ങേയറ്റത്തെ കുഫറിന്റെ ആളെ. നോക്കൂ, ഇത് ചെയ്യുന്ന ആളുകളെ കാഫിർ എന്ന് പറഞ്ഞത്, അവരുടേത് കുഫറാണെന്ന് പറഞ്ഞത് അള്ളാഹുവാണ്. അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് എങ്ങനെ? ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ. ഇത്തരത്തിലുള്ള കുഫറിന്റെ, കെദിബിന്റെ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കുകയില്ല. അപ്പോൾ മുശ്രിക്കുകൾ അവരുടെ ഇലാഹുകളെ കണ്ടത് എന്തായിട്ടാണ്? എങ്ങനെയാണ് കണ്ടത്? ഒരു വസായത്ത്, അഥവാ അവർക്കും അള്ളാഹുവിനുമിടയിലുള്ള മധ്യവർത്തികളായിട്ടാണ്, വസായത്തായിട്ടാണ് അവർ അവരുടെ ഇലാഹുകളെ, അവർ ആരാധിച്ചിരുന്നവരെ കണ്ടത്. അല്ലാതെ സ്വതന്ത്രരായ ഇലാഹുകളായിട്ടല്ല. സ്വതന്ത്രരായ ദൈവങ്ങൾ എന്ന നിലക്കല്ല അവർ അവരുടെ ഇലാഹുകളെ കണ്ടത്. നോക്കൂ, ഈ ആയത്ത് എന്താണ് അവർ പറഞ്ഞത്? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അല്ലാതെ. ആ പ്രയോഗത്തിന്റെ പ്രത്യേകത എന്താ? മാ എന്ന് പറഞ്ഞ് പിന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഹസ്റാണ് അവിടെ ഉദ്ദേശം. ഹസ്ർ എന്ന് പറഞ്ഞാൽ മാത്രം, ഇതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത്. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ ഹസ്റിന്റെ അർത്ഥം വന്നു. എന്നാൽ ഹസ്റിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി മാത്രം, അള്ളാഹുലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് എന്ന് അവിടെ അർത്ഥം കിട്ടി. ഇതാണ് അവർ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ആരാധിച്ചത് എന്നതിനുള്ള തെളിവ്. വദലീലു ശഫാഅ, ഷഫാഅത്തിനുള്ള തെളിവ്, അഥവാ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് ഷഫാഅത്തിന് വേണ്ടിയാണ്, ശുപാർശക്ക് വേണ്ടിയാണ് എന്നതായിരുന്നു അവരുടെ വാദം. അതിനുള്ള തെളിവ് എന്താണ്? വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. അല്ലാഹു പറയുന്നു സൂറത്തു യൂനുസിലെ 18-ാമത്തെ ആയത്തിൽ, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നു, അല്ലാഹുവിന് പുറമെ ഉള്ളവരെ. എങ്ങനെയുള്ളവരാണ് അവർ? മാ ലാ യദുർറുഹും, അവർക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാത്ത, വലാ യൻഫഉഹും, ഒരു ഉപകാരവും ചെയ്യാത്ത ആളുകളെ അവർ വിളിച്ചു തേടുന്നു. വയഖൂലൂൻ, എന്നിട്ട് അവർ പറയുന്നു, ഹൗലാഇ, ഇദാ ഇക്കൂട്ടർ, ശുഫആഉന, ഞങ്ങളുടെ ഷഫീഅകളാണ്, ഞങ്ങളുടെ ശുപാർശക്കാരാണ്, ഇൻദല്ലാഹ്, അല്ലാഹുവിങ്കൽ. യഥാർത്ഥത്തിൽ ഷഫാഅത്ത് എന്ന വാക്ക് തന്നെ ഷഫഅ എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. വശഫഇ വൽ വതർ, ഷഫഉം വതറും തന്നെ സത്യം എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. വതർ അഥവാ വിതർ എന്ന് പറയും, വതർ എന്ന് പറയും, ഒറ്റയാണ് വിതർ അല്ലെങ്കിൽ വതർ എന്ന് പറഞ്ഞാൽ. ഷഫഅ എന്ന് പറഞ്ഞാൽ ഇരട്ടയാണ്. അപ്പൊ ഷഫാഅത്ത് എന്ന വാക്ക് തന്നെ ഒരാൾ ആവശ്യക്കാരനാണ്, ആവശ്യക്കാരനായ ഒരാളുടെ കൂടെ അയാളെ സഹായിക്കാൻ ഒരാൾ കൂടി ചേരുകയാണ്. ഒറ്റക്കാരൻ അയാളുടെ കൂടെ ഒരാളും കൂടിയായി. അതാണ് യഥാർത്ഥത്തിൽ
ഷഫാഅത്ത് എന്ന വാക്ക് തന്നെ. ഇങ്ങനെ തന്റെ ആവശ്യം അള്ളാഹുവിനോട് പറയാൻ, അള്ളാഹുവിങ്കിൽ എത്തിക്കാനുള്ള ഷഫീ, ഒരു ശുപാർശക്കാരൻ. അങ്ങനെയുള്ള ശുപാർശയ്ക്ക് വേണ്ടി ആണ് ഞങ്ങൾക്ക് അള്ളാഹുവിങ്കലുള്ള ശുപാർശക്കാരാണ് ഇവർ എന്നാണ് അവർ അവരുടെ ഇലാഹുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ശൈഖ് ഇവിടെ ഷഫാഅത്തിനെ കുറിച്ച് പറയുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഖാഇദ, ഈ അടിസ്ഥാന നിയമം പറയുന്ന കൂട്ടത്തിൽ എന്താണ് ശുപാർശ, യഥാർത്ഥ ശുപാർശ എന്താണ്, ഇല്ലാത്ത ശുപാർശ എന്താണ് എന്നത് ശൈഖ് ഇവിടെ വിശദീകരിക്കുകയും ചെയ്യുന്നു. അതിവിടെ ഈ വിഷയവുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും ഷഫാഅത്ത് എന്ന പദം പറഞ്ഞപ്പോൾ അതെന്താണെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ദുനിയാവിലെ ഷിർക്കിന്റെ മുഴുവൻ അടിസ്ഥാനം, ദുനിയാവിൽ ഇന്നോളം സംഭവിച്ചിട്ടുള്ള ഏതേത് മുശ്രിക്കുകളായ കക്ഷികളുണ്ടോ അവരുടെ എല്ലാം ഷിർക്കിന്റെ അടിസ്ഥാനം, അതിന്റെ അടിവേര് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, നക്ഷത്രങ്ങൾ, അവക്ക് ആത്മാവുകളെയും രൂപങ്ങളെയും സങ്കല്പിച്ചുകൊണ്ട് അതിന്റെ രൂപങ്ങൾ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്ന ഷിർക്ക്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് അവർ ചെയ്ത ഷിർക്കിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിശദീകരിച്ച് നമുക്ക് കാണാം. അതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് ആ വിഷയം ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞത്. രാത്രിയായപ്പോൾ ഫലമ്മ ജന്ന അലൈഹി ലൈലു റഅ കൗകബ ഖാല ഹാദാ റബ്ബി ഫലമ്മ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. രാത്രി ആയപ്പോൾ ഒരു നക്ഷത്രത്തെ കണ്ടു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇതാണ് എന്റെ റബ്ബ്. അത് അസ്തമിച്ചപ്പോൾ അവിടുന്ന് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ അസ്തമിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അതാ ചന്ദ്രനെ കാണുന്നു, അതും അസ്തമിച്ചു പോകുന്നു. സൂര്യനെ കാണുന്നു, ഹാദാ റബ്ബി ഹാദാ അക്ബർ, ഇതാണ് എന്റെ റബ്ബ്, ഇതാണ് ഏറ്റവും വലുത്. എന്നാൽ ഓരോന്നും അസ്തമിക്കുമ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരെ പഠിപ്പിക്കുകയാണ്, ഇതാ ഇത് എനിക്കെന്റെ റബ്ബ് എനിക്ക് ഹിദായത്ത് നൽകിയില്ലെങ്കിൽ ഞാൻ വഴികേടിൽ പെട്ടുപോകും. അവസാനം അവരോട് പറയുക, ഞാൻ നിങ്ങളുടെ മാർഗം ഉപേക്ഷിച്ചിരിക്കുന്നു, ഞാൻ അള്ളാഹുലേക്ക് മാത്രം എന്റെ മുഖം തിരിച്ചിരിക്കുന്നു. അവരെ പഠിപ്പിക്കുകയാണ്. ആ കാര്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ ഉദാഹരണത്തിലൂടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരെ പഠിപ്പിക്കുകയാണ്. അവരുടെ ശിർക്ക് നോക്കൂ, ഇതുപോലുള്ള നക്ഷത്രങ്ങൾക്കും മറ്റും ആത്മാവുകളെയും രൂപങ്ങളെയും സങ്കല്പിച്ച് അതിന്റെ രൂപത്തിൽ ബിംബങ്ങൾ ഉണ്ടാക്കുക, ഇതാണ് ഒരു രൂപം. രണ്ടാമത്തേത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയുടെ ശിർക്കാണ്. അതെന്താണ്? അത് സാലിഹുകളായ നല്ലവരായ ആളുകളുടെ ആത്മാക്കൾ, അവരുടെ റൂഹ്, അവരുടെ റൂഹാനി എന്നൊക്കെ പറയുന്ന രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ട ശിർക്കാണ് രണ്ടാമത്തെ ശിർക്ക്. സാലിഹുകളായ മനുഷ്യർ, നല്ലവരായ ആളുകൾ, അവരെ ഇബാദത്ത് ചെയ്യുക, അത് തന്നെയാണ് പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉള്ള മുശ്രിക്കുകൾക്കും സംഭവിച്ചിട്ടുള്ളത്. സൂറത്തു നൂഹിൽ അല്ലാഹു പറഞ്ഞു, വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅ വലാ യഗൂസ വയഊഖ വനസ്റ. അവർ പറഞ്ഞു, ലാ തദറുന്ന ആലിഹതകും, നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ വിട്ടുകളയരുത്. വലാ തദറുന്ന, നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റ. വദ്, സുവാഅ, യഗൂസ, യഊഖ, നസ്ർ, ഇവയൊന്നും നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ച് കളയരുത്. അവരാരായിരുന്നു? സഹാബിമാർ വിശദീകരിച്ചത് കാണാം. അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന സാലിഹുകളായ ആളുകളായിരുന്നു അവർ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയിൽപ്പെട്ട സാലിഹുകളായ ആളുകളായിരുന്നു അവർ. അവർ മുൻപ് മരിച്ചുപോയവരാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം 10 തലമുറ കഴിഞ്ഞപ്പോൾ ആണ് ജനങ്ങൾക്ക് ഈ ശിർക്ക് സംഭവിച്ചത്. ഈ 5 ആളുകൾ മരണപ്പെട്ടപ്പോൾ ശൈത്താൻ അവരുടെ അരികിൽ വന്നു പറഞ്ഞു, അവരുടെ ഖബറിങ്കൽ നിങ്ങൾ അവരുടെ രൂപമുണ്ടാക്കി വെക്കുക, അവരെ ഓർക്കാൻ വേണ്ടി. ആ ഖൗം ഒരിക്കലും അവരെ ആരാധിച്ചിട്ടില്ല, അവരുടെ രൂപമുണ്ടാക്കുക മാത്രം ചെയ്തു. പിന്നീട് അടുത്ത തലമുറയെ കൊണ്ട് ശിർക്ക് ചെയ്യിക്കാനുള്ള പണി ശൈത്താൻ അതാ
ആ തലമുറയെ കൊണ്ട് ചെയ്യിക്കുക. ഇങ്ങനെയാണ് വളരെ വിദൂരമായ പദ്ധതികളായിരിക്കും അവന്റേത്. അതുകൊണ്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കിന്റെ എല്ലാ വഴികളും അടച്ചത്. ചിലപ്പോൾ അത് ചെയ്യുന്ന, ഒരു രൂപം ഉണ്ടാക്കി വെക്കുന്ന, ഒരു ഖബർ കെട്ടി ഉയർത്തുന്ന ഒരാൾ അതിനെ ആരാധിക്കുന്നില്ലായിരിക്കാം. പക്ഷെ അത് ഷിർക്കിലേക്കുള്ള വസീലയാണ്, ഷിർക്കിലേക്കുള്ള മാർഗമാണ്. പിന്നീട് അതിനെ ആരാധിക്കും. പിന്നീട് വരുന്ന ജനങ്ങൾ അതിനെ ഇബാദത്ത് ചെയ്തേക്കും. ഇങ്ങനെ പഴയതൊക്കെ ചില ആളുകൾ ഉപയോഗിച്ചിരുന്നു എന്നതിന്റെ പേരിൽ മാത്രം അത് പുതുക്കി വെക്കുക, അത് ഓർമ്മയ്ക്ക് എന്ന പേരിൽ നിലനിർത്തുക, ഇങ്ങനെയുള്ള പലതും പിന്നീട് ഷിർക്കിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിച്ചേക്കാം. അങ്ങനെ ഈ 5 ആളുകൾ അവർ സാലിഹുകളായ ആളുകളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ലാത്ത, അത് ലാത്തയുടെ ഖബറായിരുന്നു. യഥാർത്ഥത്തിൽ ഖബറിന് മുകളിലാണ് പിന്നെ സനമുണ്ടായത്, ബിംബമുണ്ടായത്. ഉസ്സ ഒരു മരമാണ്. മനാത്ത് ഒരു പാറക്കല്ലാണ്. അവിടെ എല്ലാം അതിനെ ചുറ്റിപ്പറ്റി ആളുകളുണ്ടാകും. അതിന്റെ സദനത്തുണ്ടാകും. സദനത്ത് എന്നാൽ അതിന്റെ പൂജാരിമാർ എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ അതിന്റെ കാവൽക്കാർ. ഏത് കാലത്തും ഷിർക്കിന്റെ കേന്ദ്രങ്ങളുടെ അതിനെ ചുറ്റിപ്പറ്റി അതുപോലത്തെ ആളുകളുണ്ടാവും. അതിനെക്കുറിച്ചുള്ള കഥകൾ പ്രചരിപ്പിക്കാൻ, അവിടെ വരുന്ന ആളുകൾക്ക് അവിടെയുള്ള കാര്യങ്ങൾ നൽകാൻ, ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരു സദനത്ത് എന്ന് പറയുന്ന വിഭാഗം ഉണ്ടാകും. നോക്കൂ, ഇങ്ങനെ പറഞ്ഞു വന്നത് ലോകത്തെ ഷിർക്കിനെ 2ആയി തിരിക്കാം. അതിന്റെ അടിവേര് ഈ 2ലാണ് ചെന്നുമുട്ടുന്നത്. ബാക്കിയെല്ലാം ഈ 2ുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയുന്നു, ഷഫാഅത്താൻ, യഥാർത്ഥത്തിൽ ഷഫാഅത്ത് എന്നത് 2 തരമുണ്ട്. ഷഫാഅത്ത് എന്നാൽ 2 തരമാണ്. ഷഫാഅത്തുൻ മൻഫിയ വ ഷഫാഅത്തുൻ മുസ്ബത. ഒന്ന് ഷഫാഅത്തുൻ മൻഫിയ, ഇല്ലെന്ന് പറയപ്പെട്ട ഷഫാഅത്ത്. അത് ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ഷഫാഅത്ത് ഇല്ല, അങ്ങനെ ഒരു ഷഫാഅത്ത് ശുപാർശ നടക്കുകയില്ല എന്ന് പറയപ്പെട്ടിട്ടുള്ള ഷഫാഅ. രണ്ടാമത്തേത് ഷഫാഅത്തുൻ മുസ്ബത, സ്ഥിരപ്പെട്ട ഷഫാഅത്ത്. അതാണ് ശരിയായ ഷഫാഅത്ത്, ഉള്ള ഷഫാഅത്ത്. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഇല്ലാത്ത ഷഫാഅത്തും ഉള്ള ഷഫാഅത്തും. ഇല്ലാത്ത ശുപാർശയും ഉള്ള ശുപാർശയും. എന്താണ് ഇത് രണ്ടും? ഷെയ്ഖ് പറയുന്നു, ഫശ്ശഫാഅത്തുൽ മൻഫിയ, ഇല്ലെന്ന് പറഞ്ഞ ഷഫാഅത്ത്, ഇല്ലാത്ത ഷഫാഅത്ത് ഏതാണ്? മാ കാനത് തുത്ലബു മിൻ ഗൈരില്ലാഹ് ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. മാ കാനത് തുത്ലബു മിൻ ഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് ജനങ്ങൾ തേടുന്ന ഷഫാഅത്താണത്. അല്ലാഹു അല്ലാത്തവരോട് ജനങ്ങൾ ചോദിക്കുന്ന ശുപാർശ. ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യത്തിൽ. അല്ലാഹുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യം ആരാണോ അല്ലാഹു അല്ലാത്തവരോട് ചോദിച്ചത്, ആ ഷഫാഅത്ത് അത് ഇല്ലാത്ത ഷഫാഅത്താണ്. വദ്ദലീലു ഖൗലുഹു തആല, പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്താണ് അതിനുള്ള തെളിവ്. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ വൽ കാഫിറൂന ഹുമുൽ ളാലിമൂൻ. സൂറത്തുൽ ബഖറയിലെ 254-ാമത്തെ ആയത്ത്. ഇതിന്റെ തൊട്ടടുത്ത ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിക്ക് തൊട്ട് മുകളിലുള്ള ആയത്താണിത്. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, അല്ലാഹുവിലും അവന്റെ ദീനിൽ വിശ്വസിച്ചവരെ, അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കൂ, മിമ്മാ റസഖനാകും, നാം നിങ്ങൾക്ക് നൽകിയ റിസ്ഖിൽ നിന്ന്, സമ്പത്തിൽ നിന്ന്, മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ, ഒരു ദിവസം വരുന്നതിന് മുൻപ്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ലാ ബൈഉൻ ഫീഹി, അന്ന് കച്ചവടമില്ല, കച്ചവടം നടക്കുകയില്ല. വലാ ഖുല്ലത്തുൻ, അന്ന് ഒരു സ്നേഹബന്ധവും ഇല്ല. ഖുല്ലത്ത് എന്നാൽ ചെറിയൊരു പരിചയമല്ല, ചെറിയൊരു സ്നേഹബന്ധമല്ല, അടുത്ത സ്നേഹബന്ധമാണ് ഖുല്ല. അതുകൊണ്ടാണ് ഖലീൽ എന്ന് പറയുന്നത്. ഖലീൽ എന്ന് പറഞ്ഞാൽ ഗായത്തുൽ മഹബ്ബ, അങ്ങേയറ്റത്തെ സ്നേഹം, അങ്ങേയറ്റത്തെ സ്നേഹമുള്ള ആൾ. അതിനാണ് ഖലീൽ എന്ന് പറയുക. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ല, വത്തഖദ അല്ലാഹു ഇബ്രാഹിമ ഖലീല,
അള്ളാഹു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹുവിന്റെ ഖലീലായി തെരഞ്ഞെടുത്തിരിക്കുന്നു. പിന്നെ അള്ളാഹുവിന്റെ ഖലീൽ ആരാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഇത്തഖദനി ഖലീലൻ കമാ ഇത്തഖദ ഇബ്രാഹിമ ഖലീല ലൗ കുൻതു മുത്തഖിദൻ മിൻ ഉമ്മത്തി ഖലീലൻ ലത്തഖദ്തു അബൂബക്കറിൻ ഖലീല. എന്റെ ഉമ്മത്തിൽ ഞാനൊരു ഖലീലിനെ സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ അബൂബക്കറിനെ ഖലീലായി സ്വീകരിച്ചേനെ. വലാകിൻ ഉഖുവത്തുൽ ഇസ്ലാമി വ മഹബ്ബതുഹു, അല്ല മറിച്ച് ഇസ്ലാമിന്റെ സാഹോദര്യവും ഇസ്ലാമിന്റെ സ്നേഹവുമാണ് ഉള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി. ഖുല്ലത്ത് ഖലീൽ എന്നത് അള്ളാഹുവിന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീൽ അള്ളാഹുവാണ്. ആ സ്നേഹം മറ്റാർക്കുമില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു എന്നെ ഖലീലായി തെരഞ്ഞെടുത്തിരിക്കുന്നു. വലാകിൻ സാഹിബുക്കും ഖലീലുർ റഹ്മാൻ, നിങ്ങളുടെ കൂട്ടുകാരൻ അഥവാ നബി അവിടുത്തെ കുറിച്ച് തന്നെ പറയുകയാണ്, അള്ളാഹുവിന്റെ ഖലീലാണ്. ഇങ്ങനെ ഖുല്ലത്ത് സ്നേഹബന്ധമൊന്നും ഖിയാമത്ത് നാളിൽ അഥവാ മനുഷ്യർ തമ്മിലുള്ള സ്നേഹബന്ധമൊന്നും ഖിയാമത്ത് നാളിൽ ഒന്നും ഇല്ല. എല്ലാവരും അവരവരെ കുറിച്ച് ആണ് എല്ലാവരുടെയും ചിന്ത. ഏറ്റവും പ്രിയപ്പെട്ട ദുനിയാവിൽ ഏറ്റവും സ്നേഹമുള്ള ആളുകൾ, മക്കൾ, ഇണകൾ, മാതാപിതാക്കൾ, ഇവരെല്ലാം പരസ്പരം കണ്ടാൽ ഓടിക്കളയുകയാണ്. അവരെല്ലാം ദുനിയാവിലുള്ളത് മുഴുവൻ കൊടുത്ത് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തിയെങ്കിൽ എന്നാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരുടെ അമൽ, അവരുടെ പ്രവർത്തനങ്ങൾ തനിക്ക് കിട്ടിയെങ്കിൽ എന്നാണ് ഓരോരുത്തരും ആഗ്രഹിക്കുക. അതാണ് ഖിയാമത്ത് നാൾ. നഫ്സി നഫ്സി എന്നാണ് ഓരോരുത്തരും അന്ന് പറയുക. നസ്അലുല്ലാഹൽ ആഫിയ. വലാ ശഫാഅ, അന്ന് ശഫാഅത്തില്ല. അള്ളാഹു പറയുകയാണ്, അന്ന് ശഫാഅത്തില്ല, ശുപാർശയില്ല. അപ്പോൾ ഒരു ശുപാർശ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. ഇല്ലാത്ത ശുപാർശയുണ്ട്. വൽ കാഫിറൂന ഹുമുൽ ളാലിമൂൻ, കാഫിറുകൾ, അല്ലാഹുവിലും അവന്റെ ദീനിലും വിശ്വാസമില്ലാത്തവർ, ഹുമുൽ ളാലിമൂൻ, അവർ തന്നെയാകുന്നു അക്രമികൾ. നോക്കൂ, ഈ ആയത്തിൽ അല്ലാഹു ശുപാർശയില്ല എന്ന് പറഞ്ഞു. അതേതു ശുപാർശയാണ്? ഷെയ്ഖ് നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു അല്ലാത്തവരോട് തേടുന്ന, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യം അള്ളാഹു അല്ലാത്തവരോട് തേടുന്ന ആ ശുപാർശയാണ് യഥാർത്ഥത്തിൽ അവിടെ ഇല്ലെന്നു പറഞ്ഞ ശുപാർശ. വശഫാഅത്തുൽ മുസ്ബത, ഉള്ള ശുപാർശ ഏതാണ്? സ്ഥിരപ്പെടുത്തപ്പെട്ട, ഉണ്ടെന്ന് സ്ഥിരീകരിച്ച ശുപാർശ എന്താണ്? ഹിയല്ലതി തുത്ലബു മിനല്ലാഹ്, അള്ളാഹുവിനോട് തേടുന്ന ശുപാർശയാണ്, റബ്ബിനോട് തേടുന്ന ശുപാർശയാണത്. അവിടെ ശേഖ് എന്ത് പറഞ്ഞില്ല? അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യത്തിൽ എന്ന് പറഞ്ഞില്ല. എന്താണ് കാരണം? അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാണ്. അള്ളാഹുവിന് യാതൊരു കാര്യവും പ്രയാസമല്ല. ഇന്നമാ ഖൗലുനാ ലിശൈഇൻ ഇദാ അറദ്നാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂൻ. ഒരു കാര്യം നാം ഉദ്ദേശിച്ചാൽ അതിനോട് കുൻ എന്ന് പറയുകയേ വേണ്ടൂ, അപ്പോൾ അത് അതുണ്ടാകുന്നു. അതാഉഹു കലാം, അള്ളാഹു നൽകുക എന്ന് പറഞ്ഞാൽ അവൻ പറയുക മാത്രമേ വേണ്ടൂ. അവന്റെ നൽകൽ എന്താണ്? അവന്റെ കലാമാണ്. അവൻ പറയുക എന്നത് മാത്രമേ വേണ്ടതുള്ളൂ. സുബ്ഹാനഹു വ തആല അള്ളാഹുവിനോട് തേടുന്നതാണ് ഉള്ള ശഫാഅ. വശാഫിഉ, വശാഫിഉ, ശാഫിഅ എന്ന് പറഞ്ഞാൽ ശുപാർശ ചെയ്യുന്ന ആൾ. ഷാഫിഅ അവസാനം ഐൻ, അവസാനം യാ കൊടുത്താലോ ഷാഫി എന്ന് പറഞ്ഞാലോ അത് ഷിഫ നൽകുന്നവൻ എന്നർത്ഥത്തിലാണ്. ശമനം നൽകുന്നവൻ. രോഗിയെ സന്ദർശിച്ചാലുള്ള ദുആയിലുണ്ടല്ലോ, ഇഷ്ഫി അൻത ഷാഫി, ഷിഫ നൽകുന്നവൻ. ഇവിടെ ഷാഫിഅ അവസാനം ഐനാണ്. ഷഫാഅ എന്നത് പ്രവർത്തിച്ച ആൾ എന്നർത്ഥത്തിൽ. ഷാഫിഅ ശുപാർശ പറയുന്ന ആൾ. മുക്രമുൻ, അയാൾ ആദരിക്കപ്പെടുന്നു. ബിശഫാഅ, ശുപാർശ കൊണ്ട്. അഥവാ ഖിയാമത്ത് നാളിൽ ഒരാൾ ശുപാർശ പറയുന്നു, അള്ളാഹു ആ ശുപാർശ സ്വീകരിക്കുന്നു എന്ന് വന്നാൽ ആ ആൾക്ക് ലഭിക്കുന്ന ആദരവാണത്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന ശുപാർശയാണ് ശഫാഅത്തുൽ ഉദ്മ, ഏറ്റവും മഹത്തായ ശുപാർശ. ആ ശുപാർശയുടെ പ്രത്യേകത എന്താണ്? അതിന്റെ ഉപകാരം എല്ലാവർക്കും ലഭിക്കും. ആ മഹ്ശറിൽ, മൗഖിഫിൽ ഒരുമിച്ചു ചേർന്ന എല്ലാവർക്കും ലഭിക്കുന്ന
ഉപകാരമാണ് അതിന്റെ ഉപകാരം. എല്ലാവരും മഹ്ശറിൽ നിൽക്കുന്ന രംഗം, വിചാരണക്കെടുക്കുന്നില്ല, എല്ലാവരും അവിടെ കാത്തു നിൽക്കുകയാണ്. എല്ലാവരും ആ മഹ്ശറിൽ നിൽക്കുകയാണ്. അവിടെ വിയർപ്പിൽ ആകെ മുങ്ങിയവരുണ്ട്, അരയോളം മുങ്ങിയവരുണ്ട്, നെര്യാണി വരെ മുങ്ങിയവരുണ്ട്. ഇങ്ങനെയുള്ള പ്രയാസകരമായ ഘട്ടത്തിൽ ജനങ്ങൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിൽ ചെല്ലുന്നു. എന്നിട്ട് പറയും, അള്ളാഹുവിനോട് ശുപാർശക്കെടുക്കാൻ, അള്ളാഹുവിനോട് വിചാരണക്കെടുക്കാൻ ആവശ്യപ്പെടൂ. അള്ളാഹു താങ്കളെ അവന്റെ കൈകൊണ്ട് പടച്ചു, അവന്റെ സ്വർഗത്തിൽ താമസിപ്പിച്ചു. അള്ളാഹുവിനോട് ഇക്കാര്യം പറയണം. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുക. അവിടെ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഹയ്യായി ജീവനോടെയാണ് ജനങ്ങളുടെ മുന്നിലുള്ളത്. ജനങ്ങളും എല്ലാവരും അവിടെ ജീവനോടെ മുന്നിലുണ്ട്. അതൊരിക്കലും ഇവിടുന്ന് മരണപ്പെട്ട നബിമാരോട് ശുപാർശ തേടാനുള്ള തെളിവല്ല. നബിമാരെ അള്ളാഹു അവരുടെ ഖബറുകളിൽ നിന്ന് ജീവിപ്പിച്ചു കൊണ്ടുവന്ന ഖിയാമത്ത് നാളാണത്. ജനങ്ങളും അങ്ങനെ തന്നെ. അവർ ദുനിയാവിൽ കയറി ബർസഖിലുമല്ല, എല്ലാവരും മൗഖിഫിൽ മഹ്ശറിൽ എത്തിയിരിക്കുന്നു. ആദം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, എന്റെ റബ്ബ് ഒരിക്കലും കോപിക്കാത്ത കോപമാണ് ഇന്ന് കോപിച്ചിട്ടുള്ളത്. എനിക്ക് റബ്ബിനോട് സംസാരിക്കാൻ ഭയമാണ്. എന്റെ തെറ്റിനെ കുറിച്ച് ഓർത്ത് എനിക്ക് പേടിയാകും. മറിച്ച് നിങ്ങൾ നൂഹിന്റെ അടുത്തേക്ക് ചെല്ലുക. അബ്ദുൻ ഷക്കൂർ, നന്ദിയുള്ള അടിമ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ നബിമാരുടെ അരികിലേക്ക് ഇവർ ചെല്ലുന്നു, ജനങ്ങൾ ചെല്ലുന്നു. ഓരോരുത്തരും അടുത്ത നബിയിലേക്ക് മടക്കുന്നു. അങ്ങനെ ഇബ്രാഹിം, മൂസ, ഈസ അലൈഹിം സ്വലാത്തു വസ്സലാം അവർ അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ജനങ്ങളെ പറഞ്ഞിരിക്കുന്നു. നബിമാരെല്ലാവരും പറയുന്നത് ഇതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇതുപോലെ ഒരു ദിവസവും കോപിച്ചിട്ടില്ല. അള്ളാഹുവിനെ എനിക്ക് ഭയമാകുന്നു ചോദിക്കാൻ എന്ന് പറയുന്നു. വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയ, ഓരോരുത്തരും ഭയത്തിന്റെ കാഠിന്യത്താൽ അവരുടെ കാൽമുട്ടുകളിൽ വീഴുന്ന രംഗം, നരകം കൊണ്ടുവരപ്പെടുന്ന, ചുറ്റും നരകം മാത്രം നോക്കിയാൽ കാണുന്ന ഭയാനകരമായ രംഗം. നസ്അലുല്ലാഹ ലി വലക്കുമുൽ ആഫിയ. ആ സമയത്ത് മുട്ടുകുത്തി എല്ലാവരെയും നിനക്ക് കാണാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ജനങ്ങൾ എത്തുന്നു. അവിടുന്ന് പറയും, അനലഹ, അതെ ഞാനാണ് അതിന്റെ ആൾ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് മുന്നിൽ സുജൂദിൽ വീഴുന്നു, അള്ളാഹു ഉദ്ദേശിച്ച കാലത്തോളം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ന് അള്ളാഹു എനിക്ക് ചില വാചകങ്ങൾ ഓർമ്മപ്പെടുത്തി തരും, ഞാൻ അതുകൊണ്ട് അള്ളാഹുവിനോട് തേടും. ആ രംഗം നോക്കൂ, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം ബോധ്യപ്പെടുകയാണ് എല്ലാവർക്കും. അവിടെ എല്ലാവരുമുണ്ട്, എല്ലാവരും. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയവരും നിഷേധിച്ചവരും പരിഹസിച്ചവരും എല്ലാവരുമുണ്ട്. അവിടുത്തെ മഹത്വം, യഥാർത്ഥ മഹത്വം അവിടെ വെളിവാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, യാ മുഹമ്മദ് ഇർഫഅ റഅസക സൽ തുഅത വശ്ഫഅ തുശഫഅ. മുഹമ്മദ് തല ഉയർത്തൂ, താങ്കൾ ചോദിക്കൂ, ചോദിക്കുന്നത് ലഭിക്കും. താങ്കൾ ശുപാർശ പറയൂ, താങ്കളുടെ ശുപാർശ സ്വീകരിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ പറയുന്നു. അങ്ങനെ ജനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണക്കെടുക്കും. അതാണ് മഖാമു മഹ്മൂദ് എന്ന് നമുക്ക് കാണാം, ഹദീസുകളിൽ കാണാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്തുത്യർഹമായ അങ്ങേയറ്റത്തെ മഹത്തരമായ സ്ഥാനമാണത്. അത് ഈ ശുപാർശക്ക് വേണ്ടിയുള്ള ചോദ്യത്തിനുള്ള അവസരമാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ സ്വർഗത്തിലെ മഹത്തരമായ ഒരു സ്ഥാനമാണ് എന്നും ചില അഭിപ്രായങ്ങൾ കാണാം. വല്ലാഹു അലം. ഇങ്ങനെ ഈ ശുപാർശ, ഇതാണ് ഏറ്റവും വലിയ ശുപാർശ. നോക്കൂ, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിക്കപ്പെടുന്നു, അവിടുത്തെ മഹത്വം ബോധ്യമാകുന്നു. എന്നതുപോലെ ഇതല്ലാത്ത ശുപാർശകൾ ഉണ്ട്. മുഅ്മിനുകൾ ശുപാർശ ചെയ്യും അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നാളെ പരലോകത്ത് മുഅ്മിനുകൾ അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പാപങ്ങൾ, ശിർക്കോ കുഫ്റോ അല്ലാത്ത മറ്റുള്ള പാപങ്ങൾ കാരണത്താൽ നരകത്തിൽ അകപ്പെട്ടുപോയ തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി
തർക്കിക്കുന്നത് പോലെ നിങ്ങൾ ഒരാളും തർക്കിക്കുകയില്ല. അവർ പറയും, അല്ലാഹുവേ കാനൂ യസൂമൂന മഅനാ വയുസല്ലൂന മഅനാ വയഹജ്ജൂൻ. അല്ലാഹുവേ, അവർ ഞങ്ങളുടെ കൂടെ നിസ്കരിച്ചവരായിരുന്നു, നോമ്പെടുത്തവരായിരുന്നു, ഹജ്ജ് ചെയ്തവരായിരുന്നു. ഇങ്ങനെ അള്ളാഹുവിനോട് വാദിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശുപാർശക്ക് അവസരം നൽകും. അതുപോലെ നബിമാരുടെ ശുപാർശയുണ്ട്. നബിമാരുടെ ശുപാർശ മുവഹിദുകളായ, അള്ളാഹുൽ പങ്കുചേർക്കാത്ത എന്നാൽ മറ്റുള്ള പാപങ്ങൾ ചെയ്തു പോയിട്ടുള്ള ആളുകൾക്കുണ്ട്, മൊത്തത്തിൽ ഉണ്ട്. അതിൽ ഒന്നാണ് സറാത്തു പാലം, നരകത്തിന് മുകളിലുള്ള കൊളുത്തുകളും കൊക്കകളുമുള്ള ജനങ്ങൾ അതിന്റെ മുകളിലൂടെ കടന്നു മാത്രമേ സ്വർഗത്തിലെത്തുകയുള്ളൂ. അതിന് താഴെയാണ് നരകം. അതിനെക്കുറിച്ചാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മ മഖ്ദിയ. നിങ്ങളിൽ ഓരോരുത്തരും അതിന്റെ വക്കിൽ വരിക തന്നെ ചെയ്യും. അള്ളാഹു തീരുമാനിച്ച കാര്യമാണ്. ആ പോകുന്ന പോക്കിൽ വളരെ വേഗത്തിൽ, കണ്ണിമ ഒട്ടുന്ന വേഗത്തിൽ കടക്കുന്നവരുണ്ട്, കാറ്റിന്റെ വേഗത്തിൽ കടക്കുന്നവരുണ്ട്, മിന്നൽ വേഗത്തിൽ കടക്കുന്നവരുണ്ട്, നല്ല കുതിരകളുടെ വേഗത്തിൽ കടക്കുന്നവരുണ്ട്, ഓടിക്കടക്കുന്നവരുണ്ട്, നടന്നു പോകുന്നവരുണ്ട്, ഇഴഞ്ഞു നീങ്ങുന്നവരുണ്ട് എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അവിടെ അള്ളാഹുവിന്റെ നബിമാർ പ്രാർത്ഥിക്കും. എന്തായിരിക്കും അന്ന് അവരുടെ പ്രാർത്ഥന? അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അള്ളാഹുവെ രക്ഷിക്കണമേ, അള്ളാഹുവെ കാക്കണമേ എന്നാണ് ഇതിലൂടെ കടന്നുപോകുന്ന മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുക. നോക്കൂ, ഇത് അവിടെ എത്ര പതുക്കെയാണോ അതിലൂടെ ആൾ കടക്കുന്നത് അത്രയും അയാൾ പ്രയാസപ്പെടും. ആ പ്രയാസമാണ് അയാൾക്ക് രക്ഷപ്പെട്ടെങ്കിൽ അതാണ് അയാൾ അനുഭവിച്ച നരകത്തിന്റെ ഓഹരി. നരകത്തിൽ നിന്ന് അയാൾക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസം അതായിരിക്കും. നസല്ലാഹുൽ ആഫിയ. അപ്പൊ ഇത് നോക്കൂ, ശുപാർശയാണ്. ഇങ്ങനെ മലക്കുകൾ ശുപാർശ ചെയ്യും. വകം മിൻ മലകിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅതുഹും ശൈഅൻ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു ലിമൻ യശാഉ വയർദാ. വകം മിൻ മലകിൻ ഫിസ് സമാവാത്, ആകാശലോകത്ത് എത്ര മലക്കുകളുണ്ട്. ലാ തുഗ്നി ശഫാഅതുഹും ശൈഅ, അവരുടെ ശുപാർശ യാതൊരു ഉപകാരവും ചെയ്യുകയില്ല. ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു, അല്ലാഹു അനുവാദം നൽകിയതിനു ശേഷമല്ലാതെ, ലിമൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, വയർദാ, അല്ലാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ മലക്കുകൾ ശുപാർശ ചെയ്യും. അങ്ങനെ ആളുകൾ, മുവഹിദുകളായ ആളുകൾ സ്വർഗത്തിലേക്കെത്തും. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ശഫഅത്ത് അൽ മലായിക, മലക്കുകൾ ശുപാർശ ചെയ്തു, നബിമാർ ശുപാർശ ചെയ്തു, മുഅ്മിനുകൾ ശുപാർശ ചെയ്തു. ഇനി അർഹമുർ റഹീമീൻ അല്ലാതെ ബാക്കിയില്ല, അല്ലാഹു അല്ലാതെ ബാക്കിയില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് അവൻ പിടിക്കുകയും എന്നിട്ട് അവൻ പലരെയും സ്വർഗത്തിലാക്കുകയും ചെയ്യും. അവന്റെ പിടുത്തം പിടിച്ചവൻ സ്വർഗത്തിലാക്കും, അവനെടുത്ത് സ്വർഗത്തിലാക്കും. നമ്മുടെ നല്ലവരായ മുൻഗാമികൾ, സലഫുകൾ പലരും ഈ ഹദീസിലെ ഈ വാചകം ഇത് കാരണത്താൽ ഏറെ സന്തോഷിച്ചിരുന്നു. കാരണം അള്ളാഹു അവന്റെ ആ പിടുത്തത്തിൽ യഥാർത്ഥത്തിൽ ആരാണ് ഒഴിവായി പോവുക എന്നതുകൊണ്ട് അവർ ഏറെ സന്തോഷിച്ചിരുന്നു. ഇതെല്ലാം സഹോദരങ്ങളെ അള്ളാഹുവിൽ പങ്കുചേർക്കാതെ മരണപ്പെട്ട ആളുകൾക്ക്, ശിർക്കോ കുഫറോ സംഭവിക്കാതെ മരണപ്പെട്ട ആളുകൾക്ക് മാത്രമുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകം സ്പർശിക്കാതെ നേരെ സ്വർഗത്തിൽ കടക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അപ്പോൾ ശുപാർശ ഇങ്ങനെ ഈ പറയപ്പെട്ട നിലക്ക് ഉണ്ട്. അവിടെ ശുപാർശ ചെയ്യുന്ന ആൾ ആ ശുപാർശ കൊണ്ട് ആദരിക്കപ്പെടുന്നു, അള്ളാഹു അവർക്ക് ആദരവ് നൽകുന്നു. വൽ മശ്ഫൂഉ ലഹു, ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യുന്നത് അവരുടെ അവസ്ഥ എന്താണ്? അവർ മൻ റളിയല്ലാഹു ഖൗലഹു വഅമലഹു ബഅദൽ ഇദ്ൻ, ആർക്കാണ് ശുപാർശയുടെ ഉപകാരം ലഭിക്കുക? മൻ റളിയല്ലാഹു ഖൗലഹു വഅമലഹു, അള്ളാഹു ആർക്കാണോ, ആരുടേതാണോ വാക്കും പ്രവൃത്തിയും തൃപ്തിപ്പെട്ടത് അവർക്കാണ് യഥാർത്ഥത്തിൽ ആ ശുപാർശയുടെ ഉപകാരം ലഭിക്കുക. ആരുടേതാണോ വാക്കും പ്രവൃത്തിയും അള്ളാഹു തൃപ്തിപ്പെട്ടത് അവർക്കാണ് ശുപാർശയുടെ ഉപകാരം ലഭിക്കുക. ബഅദൽ ഇദ്ൻ, അള്ളാഹു
അനുമതി നൽകിയതിനു ശേഷം അള്ളാഹു അനുമതി നൽകിയതിനു ശേഷം കമാ ഖാല തആല അള്ളാഹു പറഞ്ഞിട്ടുള്ളതുപോലെ സൂറത്തു അൽ ബഖറയിലെ 255-ാമത്തെ ആയത്തിൽ അഥവാ ആയത്തുൽ കുർസിയിൽ മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി അള്ളാഹുവിങ്കൽ ശുപാർശ പറയാൻ ആരുണ്ട്, അവന്റെ അരികിൽ ശുപാർശ ചെയ്യാൻ ആരുണ്ട്, ഇല്ലാ ബിഇദ്നിഹി അള്ളാഹുവിന്റെ അനുമതിയോടെ അല്ലാതെ. നോക്കൂ, ഇതിന്റെ തൊട്ടുമുമ്പത്തെ ആയത്തിലാണ് അള്ളാഹു എന്തു പറഞ്ഞത്? ആ ദിവസം ശുപാർശയില്ലെന്ന് പറഞ്ഞത്. ഖിയാമത്ത് നാളിൽ അന്ന് കച്ചവടമില്ല, സ്നേഹബന്ധമില്ല, ശുപാർശയില്ല. തൊട്ടടുത്ത ആഴ്ചയിൽ ആയത്തുൽ കുർസിയിൽ അള്ളാഹു പറയുന്നു മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി അള്ളാഹുവിങ്കൽ ശുപാർശ പറയാൻ ആരുണ്ട്, അവൻ അനുമതി നൽകിയവരല്ലാതെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് രണ്ട് ശുപാർശ, ഒന്നില്ലാത്ത ശുപാർശ, ഒന്നുള്ള ശുപാർശ. ഇല്ലാത്ത ശുപാർശയാണ് മുശ്രിക്കുകൾ കരുതുന്ന ശുപാർശ. അപ്പൊ നോക്കൂ, എത്ര നല്ല രൂപത്തിലാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് ഇസ്തിദ്ലാൽ നടത്തിയിട്ടുള്ളത്, അതിൽ നിന്ന് തെളിവ് പിടിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മൾ ചോദിക്കുന്നത്, ആവർത്തിച്ച് ചോദിക്കുന്നത്. ഷെയ്ഖിന്റെ പേരിൽ ഒരു പ്രത്യേക ദീൻ ആരോപിക്കുന്ന ആളുകൾ, അവർ എന്താണ് ഷെയ്ഖിന്റെ കിതാബിൽ നിന്ന് അതിന് തെളിവ് കൊണ്ടുവരാത്തത്? ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് യഥാർത്ഥത്തിൽ ഖാല അല്ലാഹു വഖാല റസൂലു അള്ളാഹു പറഞ്ഞിരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്നതല്ലാതെ അള്ളാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ വിശദീകരിക്കുക അല്ലാതെ മറ്റൊന്നും സ്വന്തം വകയായി പറഞ്ഞിട്ടില്ല റഹിമഹുല്ലാഹ്. അതുകൊണ്ട് ഈ പേര് വഹാബി എന്ന പേര് യഥാർത്ഥത്തിൽ ജനങ്ങളെ ഈ യഥാർത്ഥ ദീനിൽ നിന്ന് അകറ്റാൻ വേണ്ടിയുള്ള തന്ത്രമാണ്. അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം എന്തോ കൊണ്ടുവന്ന പുതിയ ഒരു ദീനാണിത് എന്ന് സാധാരണക്കാരായ ജനങ്ങൾ ധരിക്കും. യഥാർത്ഥത്തിൽ തെളിവ് കൊണ്ടുവരേണ്ടത് അദ്ദേഹം പറഞ്ഞ ഈ വാദം ഇത് ഖുർആനും സുന്നത്തിനും എതിരാണ്, ഈ പറഞ്ഞ കാര്യം ഖുർആനും സുന്നത്തിനും എതിരാണ് എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ അത് സഹോദരങ്ങളെ വ്യക്തികളുടെ പേരിൽ ഇങ്ങനെ അവരിലേക്ക് ചേർത്തി പറയുന്നത് ഈ രൂപത്തിൽ ജനങ്ങളെ വെറുപ്പിക്കാൻ, അവരെ അകറ്റാൻ വേണ്ടിയാണ്, ഈ ഹക്കിൽ നിന്ന്, അള്ളാഹുവിന്റെ യഥാർത്ഥ ദീനിൽ നിന്ന് അകറ്റാൻ വേണ്ടി. ചില ആളുകൾ, പല ആളുകളും അവർക്ക് ഷേഖിനെ കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയോ അദ്ദേഹത്തിന്റെ കിതാബുകൾ വായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പണ്ഡിതന്മാർ ഒരു കഥ പറയാറുണ്ട്, ഒരു നടന്ന സംഭവമാണ്. ഒരു നാട്ടിൽ ഒരു മസ്ജിദിൽ ജനങ്ങളെ പഠിപ്പിക്കുന്ന, ദീൻ പഠിപ്പിക്കുന്ന ആളാണ്. അയാൾ എപ്പോഴും ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബിനെ ചീത്ത വിളിക്കും, അദ്ദേഹത്തെ കുറിച്ച് മോശമായി പറയും. അപ്പൊ ഒരിക്കൽ ഒരാൾ ഇദ്ദേഹത്തിന് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഒരു കിതാബ്, അതിന്റെ ചട്ടയും ഇതൊക്കെ മാറ്റി വായിക്കാൻ കൊടുത്തു. കിതാബ് എഴുതിയ ആളെ പേരൊന്നും ഇല്ല, അത് വായിക്കാൻ കൊടുത്തു. അപ്പൊ ഇദ്ദേഹം വിവരമുള്ള ഒരാളാണ്, ജനങ്ങളെ പഠിപ്പിക്കുന്ന ആളാണ്. ഇദ്ദേഹം വായിച്ചതിന് ശേഷം കുറച്ചാളിങ്ങനെ അഭിപ്രായം ചോദിച്ചു, എങ്ങനെയുണ്ട് കിതാബ്? പറഞ്ഞു, വളരെ നല്ല കിതാബ്. ഇതാരാണ് എഴുതിയെന്നറിയോ? ആരാണ്? നിങ്ങളെപ്പോഴും ചീത്ത വിളിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. കാരണം അങ്ങനെ പലരും ഉണ്ട്, അങ്ങനെ വരാം. അപ്പൊ യഥാർത്ഥത്തിൽ ഈ കിതാബ് വായിച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടണമെങ്കിൽ അദ്ദേഹം തൗഹീദ് മനസ്സിലാക്കിയ ആളാണ്. പക്ഷെ അവരിൽ വരെ ഷെയ്ഖിനെ കുത്തി പറയുന്ന രൂപത്തിൽ അത്രയും മോശമായ പ്രചാരണം ലോകത്ത് നടന്നിട്ടുണ്ട് എന്നതാണ്. യഥാർത്ഥത്തിൽ ഇൻഷാ അള്ളാഹ് അതെല്ലാം മഹാനായ പണ്ഡിതന് മുതൽക്കൂട്ടാണ്. കാരണം എത്ര കാലമായി ഈ ഖൗം ഇങ്ങനെ മരണത്തിന് ശേഷവും അദ്ദേഹത്തെ കുറിച്ച് ഗീബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇൻഷാ അള്ളാഹ് അദ്ദേഹത്തിന് ഖൈറാണ്. അത് അള്ളാഹുവിന്റെ നബിമാർക്കുണ്ടായ അനുഭവമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ നബിമാർ പഠിപ്പിച്ച ദീൻ അതുപോലെ പറയുന്ന ആളുകൾക്കും അതേ അനുഭവം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ലം യഅതി റജുലുൻ ബിമിസ്ലി മാ ജിഅത ബിഹി ഇല്ലാ ഊദി. വറഖത്ത് ഇബ്നു നൗഫൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതുപോലെ, താങ്കൾ കൊണ്ടുവന്ന ഈ ദീനുമായി ആര് മുമ്പ് വന്നിട്ടുണ്ടോ അവർ ശത്രുത നേരിടേണ്ടി വന്നിട്ടുണ്ട്, അവർ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സൂറത്തുൽ ബഖറയിൽ ഈ ആയത്തുൽ കുർസിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹുവിങ്കൽ ശുപാർശ പറയാൻ ആരുണ്ട്, അവന്റെ അനുമതിയോടെയല്ലാതെ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, മരണപ്പെട്ടുപോയ ആളുകളോട് ശുപാർശ തേടുക എന്നത് അത് ശിർക്കാണ്, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഇതാ റബീഉൽ അവ്വൽ മാസമായാൽ ഈ നമ്മുടെ നാട്ടിൽ ചൊല്ലുന്ന
മൗലിദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് ശഫാഅത്ത് ചോദിക്കുന്നു. അശ്ശഫാഅത ഹബ്ലന ഫിൽ ഖിയാമത്തി മുശ്ഫിഖ വഅഹ്ലന ഇൻ ضاع യാ സയ്യിദി ഖൈറൻ നബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് തേടുന്നു അശ്ശഫാഅത ഹബ്ലന, ശഫാഅത്ത് നൽകണമേ. ഇതെവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? സഹാബത്ത് എവിടെ പഠിപ്പിച്ചു? ഈ ദീൻ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ നമ്മുടെ മുൻഗാമികൾ എവിടെയാണ് ഇങ്ങനൊരു ശഫാഅത്ത് മനസ്സിലാക്കിയിട്ടുള്ളത്? മരണപ്പെട്ടുപോയ ആളുകളോട് ശുപാർശ തേടാൻ പാടില്ല. കാരണം അവർക്ക് നമ്മുടെ കാര്യം അള്ളാഹുവിനോട് പറയാൻ യഥാർത്ഥത്തിൽ സാധ്യമല്ല. കാരണം അവരുടെ അമലിന്റെ ലോകം കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഇദാ മാതൽ ഇൻസാൻ ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാത്ത്, ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ 3 കാര്യത്തിലൊഴികെ അയാളുടെ എല്ലാ പ്രവർത്തനങ്ങളും മുറിഞ്ഞുപോയി. ഒന്ന് സദഖത്തുൻ ജാരിയ, ഒരു ജാരിയായ സദഖ, നിലനിൽക്കുന്ന സദഖ. ഉദാഹരണത്തിന് ഒരാൾ ഒരു നാട്ടിൽ കിണർ കുഴിച്ചു കൊടുത്തു. ഇത്ര കാലം അതിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ടോ അയാൾക്ക് ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രതിഫലം ലഭിക്കും. ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ ഒരു വിജ്ഞാനം ഒരാൾ ആളെ പഠിപ്പിച്ചു, അത് അമൽ ചെയ്യപ്പെടുവോളം അതിന്റെ പ്രതിഫലം ലഭിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഖുർആനിൽ നിന്നൊരായത്ത് പഠിപ്പിച്ചാൽ അത് പാരായണം ചെയ്യപ്പെടുന്ന കാലത്തോളം അയാൾക്കതിന്റെ പ്രതിഫലം ഉണ്ടായിരിക്കും. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ആളുകൾ അവരുടെ നിയ്യത്ത് നല്ലതാണെങ്കിൽ സുബ്ഹാനല്ലാഹ് എത്ര വലിയ പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുന്നത്. ചെറിയ കുട്ടികളെ ഒരാൾ മദ്രസയിൽ പഠിപ്പിക്കുകയാണ്, ആ കുട്ടിക്ക് വുദു ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. ആദ്യമായിട്ടാണ് കുട്ടി വുദു പഠിക്കുന്നത്. നിസ്കരിക്കാൻ 2 റക്അത്ത് നിസ്കരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. ആദ്യമായിട്ട് ആ കുട്ടി നിസ്കരിക്കുന്നത് ഈ ഉസ്താദ് പഠിപ്പിച്ചിട്ടാണ്. സുബ്ഹാനല്ലാഹ്, ആ നിയ്യത്ത് നല്ലതാണെങ്കിൽ എത്ര കാലമാണ് ഇദ്ദേഹത്തിന് പ്രതിഫലം ലഭിക്കുക. അതുകൊണ്ട് ആ പ്രതിഫലം ആരും നഷ്ടപ്പെടുത്തരുത്. അതിനുവേണ്ടി നമ്മൾ മത്സരിക്കേണ്ടതുണ്ട്. ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് മാതാപിതാക്കൾ തീരുമാനിക്കണം. ഉപ്പയുമ്മയും പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ അവർ കരുതണം. കാരണം ഇതെത്ര വലിയ അമലാണ്, ചിന്തിച്ചു നോക്കൂ. മൻ ദല്ല അലാ ഖൈറിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ഏതൊരാൾ ഒരു ഖൈർ കാണിച്ചു കൊടുത്തോ അയാൾക്ക് അത് ചെയ്യുന്നവരുടെ പ്രതിഫലം ഉണ്ടായിരിക്കും. നോക്കൂ, നമ്മുടെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ അള്ളാഹുവിന്റെ നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്. അവരുടെ ആ ഫضലിന്, ആ ശ്രേഷ്ഠതക്കുള്ള ഒരു കാരണം എന്താണ്? ഒരു പ്രധാനപ്പെട്ട കാരണം, നമുക്ക് ഈ ദീനിൽ ഏത് ഖൈർ ലഭിച്ചിട്ടുണ്ടോ അത് കിട്ടിയത് സഹാബത്ത് വഴിക്കാണ്. അവർ പഠിപ്പിച്ചു തരാതെ ഒരായത്തും നമ്മൾ ഓതിയിട്ടില്ല, ഒരു ഹദീസും നമ്മൾ കേട്ടിട്ടില്ല. അവർ വഴിക്കേത് വന്നിട്ടുള്ളൂ. അവർക്കുള്ള പ്രതിഫലം നോക്കൂ. സുബ്ഹാനല്ലാഹ്, ഖിയാമത്ത് നാൾ വരെ ഏതൊരു മുസ്ലിം ചെയ്യുന്ന അമലിന്റെ പ്രതിഫലം അവർക്ക് ചെല്ലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിഫലം നോക്കൂ. അഫ്ദലു അൽ അംബിയ ആരാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുള്ള ഒരു കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠതകളിൽ, അനേകം ശ്രേഷ്ഠതകളിൽ ഒരു ശ്രേഷ്ഠത എന്താണ്? ഏറ്റവും കൂടുതൽ ഉമ്മത്ത് ഉള്ളത്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് അംഗീകരിച്ച ആ നബിയിൽ വിശ്വസിച്ച ആളുകളുള്ള ഏറ്റവും കൂടുതൽ അനുയായികളുള്ള നബി ആരാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നബിയുടെ ശ്രേഷ്ഠതക്കുള്ള ഒരു കാരണം അതാണ്. കാരണം ഇവരുടെ എല്ലാം അമലിന്റെ പ്രതിഫലം യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നതാണ്. എന്നതുപോലെ ആണ് ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ വിജ്ഞാനം. അലി ഇബ്നു അബി ത്വാലിബിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുംരി നഅം. നിന്നെ കൊണ്ടൊരാൾ ഹിദായത്തിലാവുക എന്നത് ചുവന്ന ഒട്ടകങ്ങൾ നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മെ കൊണ്ടൊരാൾ ഇസ്ലാമിലേക്ക് വന്നു എന്നത് വന്നെങ്കിൽ അത് എത്ര വലിയ ഭാഗ്യമാണ്. നമ്മെ കൊണ്ടൊരാൾ തൗഹീദ് മനസ്സിലാക്കി അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മെ കൊണ്ടൊരാൾ സുന്നത്തും ബിദ്അത്തും വേർതിരിച്ചു മനസ്സിലാക്കിയെങ്കിൽ അത് എത്ര വലിയ ഭാഗ്യമാണ്. അതുകൊണ്ടാണ് ദഅവ, പ്രബോധനം, അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് ഏറെ ശ്രേഷ്ഠതയുള്ള പ്രവർത്തനമായി തീർന്നത്. കാരണം അത്
ജനങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അള്ളാഹുവിന്റെ അനുമതിയാൽ കൊണ്ടുപോകുന്ന മഹത്തരമായ പ്രതിഫലമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഉപകാരപ്രദമായ വിജ്ഞാനം, അതുപോലെ വലദുൻ സാലിഹുൻ യദ്ഉ ലഹ്, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ സ്വർഗത്തിൽ ഉയർന്നുയർന്ന് അദ്ദേഹം ചെയ്യാത്ത അമലുകൾ ചെയ്തവർക്ക് ലഭിക്കുന്ന പദവിയിൽ സ്വർഗത്തിലെത്തും. എങ്ങനെയാണ് റബ്ബേ എനിക്കിത് ലഭിച്ചതെന്ന് ചോദിച്ചാൽ കിട്ടുന്ന മറുപടി ബിസ്തിഗ്ഫാരി വലദിക ലക്, ബിസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ സന്താനം നിനക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തിയതിനാൽ, ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മി വ അബി എന്നിങ്ങനെ മക്കൾ പ്രാർത്ഥിച്ചത് കാരണത്താൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇത് ഒഴികെ ബാക്കി എല്ലാ അമലും പൊളിഞ്ഞു പോയി. മുറിഞ്ഞു, ഇനി ബന്ധമില്ല. ചില അമലുകൾ പ്രത്യേകമായി വേറെ ചില ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുസ്ഹഫുൻ വറസ, അയാൾ ബാക്കി വെച്ചു പോയ മുസ്ഹഫ്. അതെല്ലാം യഥാർത്ഥത്തിൽ ഈ 3 കാര്യങ്ങളുടെ അതിലേതെങ്കിലും ഒന്നിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. ചില ഹദീസുകളിൽ പ്രത്യേകമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മുസ്ഹഫ് വെക്കുക എന്നതൊക്കെ പോലെ. അതൊക്കെ യഥാർത്ഥത്തിൽ ഇതിന്റെ പരിധിയിൽ പെടുന്നത് തന്നെയാണ്. നോക്കൂ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം മനോഹരമായി ഇസ്തിദ്ലാൽ നടത്തിയ തെളിവ് പിടിച്ചിട്ടുള്ള ഹദീസാണിത്. കാരണം മരണപ്പെട്ടവരോട് ഇനി ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളത് ഈ ഹദീസ് മതിയായ തെളിവാണ്. കാരണം അവർക്കിനി അമലില്ലല്ലോ, അവർക്കിനി അമലില്ല. നമ്മുടെ കാര്യം അള്ളാഹുവിനോട് പറയാൻ അമൽ അവരുടെ അമൽ കഴിഞ്ഞു. ദുനിയാവിലെ അന്ത്യ നിമിഷമാണ് ഒരാളുടെ, അതോടെ അയാളുടെ അമൽ കഴിഞ്ഞു, ഇനി അയാൾക്ക് പ്രവർത്തനമില്ല. അതുകൊണ്ട് മരണപ്പെട്ടവരോട് തേടുക എന്നത് യഥാർത്ഥത്തിൽ അത് ബാത്തിലായ കാര്യമാണ്. അവർക്ക് യഥാർത്ഥത്തിൽ ഒന്നും ചെയ്തു തരാൻ സാധ്യമല്ല. അതുപോലെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുക എന്നതിനാൽ അക്കാര്യം ശിർക്കാണ്, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിക്കാതെ പോകാൻ കാരണമാകും ശുപാർശ നബിയോട് തേടിയാൽ. സുബ്ഹാനല്ലാഹ്, എന്തിനു വേണ്ടിയാണ് ചെയ്തത് അതിന് നേരെ എതിരാണ് പ്രതിഫലമായി ലഭിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ചെയ്തത് അതിന് നേരെ എതിര് പ്രതിഫലം ലഭിക്കുക. ഏതുപോലെ ഇസ്ലാമിൽ ഒരു പ്രധാനപ്പെട്ട നിയമമാണ്, ഒരു അനന്തരാവകാശി തനിക്ക് അനന്തര സ്വത്ത് ലഭിക്കാൻ വേണ്ടി ആളെ കൊന്നുകളഞ്ഞാൽ കൊലയാളിക്ക് അനന്തര സ്വത്ത് കിട്ടൂല. ഒരാള് നഊദു ബില്ലാഹ് വേറെ ആൾ മരിച്ചാലേ ഇയാൾക്ക് സ്വത്ത് കിട്ടുകയുള്ളൂ. അയാൾ യഥാർത്ഥത്തിൽ ശരീഅത്ത് പ്രകാരം അവകാശിയാണ്. പക്ഷെ സ്വത്ത് വേഗം കിട്ടാൻ വേണ്ടി ആളങ്ങ് കൊന്നുകളഞ്ഞാലോ കൊലയാളിക്ക് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം സ്വത്തിൽ യാതൊരു അവകാശവുമില്ല. അറബിയിൽ ഒരു ചൊല്ലായി പറയാറുണ്ട്, മൻ തഅജ്ജല ബിശൈഇൻ ഖബ്ല അവാനിഹി ഊഖിബ ബിഹർമാനിഹി. ആരെങ്കിലും ഒരു കാര്യം കിട്ടുന്നതിന് മുമ്പ് തിരക്കൂട്ടിയാൽ അവന് കിട്ടുന്ന ശിക്ഷ എന്തായിരിക്കും? കാര്യം തടയപ്പെടുക എന്നതായിരിക്കും, സംഗതി കിട്ടുകയില്ല. അതുപോലെ ചില കാര്യങ്ങൾ സുബ്ഹാനല്ലാഹ് ആളുകൾ ചെയ്യുന്നു, പക്ഷേ കിട്ടുന്നത് നേരെ മറിച്ചാണ്. ഉദാഹരണത്തിന് ഒരാൾ ഹറാമായ രൂപത്തിൽ പണം സമ്പാദിക്കുന്നു, ജനങ്ങൾ തിരിച്ചറിയാത്ത കാര്യമാണ്. അയാൾക്ക് യഥാർത്ഥത്തിൽ പണം കൊണ്ട് കിട്ടേണ്ടുന്നതൊന്നും കിട്ടുകയില്ല. പണം കൊണ്ട് എന്താണ് അയാൾ പ്രതീക്ഷിക്കുന്നത് അത് കിട്ടുകയില്ല, അതിന് നേരെ എതിരാണ് കിട്ടുക. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന, അള്ളാഹു അല്ലാത്തവരോട് ശഫാഅത്ത് തേടുന്ന ആളുകൾ, അവർക്ക് നോക്കൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കാതിരിക്കുകയാണ് ചെയ്യുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മൻ അസ്അദു നാസി ബിശഫാഅതിക യൗമൽ ഖിയാമah, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് ഖിയാമത്ത് നാളിൽ താങ്കളുടെ ശുപാർശ കൊണ്ട് സൗഭാഗ്യം ലഭിക്കുന്നവൻ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയോട് പറഞ്ഞു, ലഖദ് ളനൻതു യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ, ഞാൻ വിചാരിച്ചിരുന്നു, അല്ലാ യസ്അലുനി അൻ ഹാദൽ ഹദീസ് അഹദുൻ അവ്വലു മിൻക, നിനക്ക് മുൻപ് ഒരാളും എന്നോട് ഇത് ചോദിക്കുകയില്ല എന്ന് ഞാൻ കരുതിയിരുന്നു. കാരണം ലിമാ റഅയ്തു മിൻ ഹിർസിക അലൽ ഹദീസ്, ഹദീസിനോടുള്ള നിന്റെ താല്പര്യം കാരണത്താൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ ഏറ്റവും അധികം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, ഏറ്റവും അധികം നമുക്ക് ഉദ്ധരിച്ചു തന്ന
സഹാബിയാരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഹദീസുകൾ ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ച 7 സഹാബിമാരിൽ ഒന്നാമൻ അബൂ ഹുറൈറയാണ്. 7 സഹാബിമാരാണ് ഹദീസുകൾ ഏറ്റവും കൂടുതൽ റിവായത്ത് ചെയ്തിട്ടുള്ളത്. കുതുബ് സിത്തയിൽ 6 പ്രധാനപ്പെട്ട ഹദീസിന്റെ കിതാബുകളിൽ 1000-ന് മുകളിൽ ഈ 7 സഹാബിമാർക്ക് ഹദീസുകൾ കാണാം. ഒന്ന് അബൂ ഹുറൈറ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, അബൂ സഈദ് അൽ ഖുദ്രി, ജാബിർ ബിൻ അബ്ദുല്ലാഹ്, അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ, അനസ് ഇബ്നു മാലിക്. ഇങ്ങനെ 7 സഹാബിമാർ, 6 പുരുഷന്മാരും ഒരു സ്ത്രീയും, നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹും അജ്മഈൻ. അബൂ ഹുറൈറ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, അബൂ സഈദ് അൽ ഖുദ്രി, ജാബിർ ബിൻ അബ്ദുല്ലാഹ്, അനസ് ഇബ്നു മാലിക്, ആയിഷ റളിയല്ലാഹു അൻഹും അജ്മഈൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും അധികം ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ളത്. നോക്കൂ, സഹാബത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്ന കാലത്ത് ഏറ്റവും ദരിദ്രരായ സഹാബിമാരിൽ ഒരാളായിരുന്നു അബൂ ഹുറൈറ. മസ്ജിദിൽ അഹ്ലു സുഫ എന്ന് പറയുന്ന ആളുകൾ, അഥവാ മസ്ജിദിൽ ഒരു ഭാഗത്ത് കഴിഞ്ഞിരുന്ന ആളുകളാണ് അവർ. സുഫ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് കഴിഞ്ഞിരുന്ന, വീടൊന്നുമില്ലാത്ത സാധുക്കളായ ആളുകൾ. പട്ടിണി കൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീഴാറുണ്ടായിരുന്നു. മസ്ജിദിന്റെ പുറത്ത് നിന്നിട്ട് ചോദിക്കും, ഉമറിനെ കണ്ടപ്പോ ചോദിക്കുകയാണ് ഒരു ഹദീസിനെ കുറിച്ച്. അബൂ ഹുറൈറ പറയുകയാണ്, എനിക്ക് യഥാർത്ഥത്തിൽ ഉമറിനേക്കാൾ ഹദീസ് അറിയാം, പക്ഷെ ചോദിക്കുന്ന എന്തിനാണ്? അത് ചോദിക്കുന്ന കൂട്ടത്തിൽ ഭക്ഷണത്തിന് വിളിച്ചു കൊണ്ടുപോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു, എനിക്ക് മനസ്സിലായി ഇത് വിശന്നിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി. ഉമറിനോട് അബൂ ഹുറൈറ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് ഞാൻ ആ ഹദീസ് ചോദിച്ചില്ല, യഥാർത്ഥത്തിൽ ആ ഹദീസ് നിങ്ങളെക്കാൾ എനിക്കറിയാം, പക്ഷേ ഇതിനു വേണ്ടി ഞാൻ ചോദിച്ചതായിരുന്നു എന്ന്. ഇങ്ങനെ ദരിദ്രരായ സഹാബിമാരിൽ ഒരാളായിരുന്നു. പക്ഷെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പഠിപ്പിക്കപ്പെടുന്ന, അറിവിന്റെ ഇൽമിന്റെ മജ്ലിസുകളിൽ ഏറ്റവും അധികം പേര് പറയപ്പെടുന്ന സഹാബിമാരിൽ ഒരാളാണ് ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ പ്രശംസ അബൂ ഹുറൈറയോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം താങ്കൾക്ക് മുമ്പ് ഒരാളും ഇത് ചോദിക്കുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. ഹദീസിനോടുള്ള താങ്കളുടെ ഹിർസ് കാരണത്താൽ, ഹദീസിനോടുള്ള താങ്കളുടെ ഹിർസ് കാരണത്താൽ. എന്തുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസുകൾ കൂടുതൽ റിവായത്ത് ചെയ്തത്? ചില ആളുകൾ അങ്ങനെ, ഹദീസ് നിഷേധികളായ ആളുകൾ ഹദീസിൽ സംശയം ജനിപ്പിക്കാൻ അങ്ങനെ ചില വളരെ മോശമായ ചില ശങ്കകൾ ആളുകളുടെ മനസ്സിലിട്ട് കൊടുക്കും, ചില ശുബഹത്തുകൾ, സംശയങ്ങൾ ഇട്ട് കൊടുക്കും. ഇതാണ് കുറെ സഹാബിമാർ. അബൂ ഹുറൈറ മാത്രം എന്താണ് ഇത്ര ഹദീസുകൾ റിവായത്ത് ചെയ്തത്? ഒന്ന് സഹോദരങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ, എന്റെ സഹോദരങ്ങളായ മുഹാജിറുകൾ, അവരെ അങ്ങാടിയിലെ കച്ചവടം അവരുടെ ശ്രദ്ധ തിരിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ മുഹാജിറുകൾ അധികവും കച്ചവടക്കാരായിരുന്നു. അൻസാറുകൾ അവരെ കൃഷി അവരെ ശ്രദ്ധ തിരിച്ചിരുന്നു. അവരധികവും കർഷകരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടില്ല. കച്ചവടത്തിന് പോകാനും കൃഷിക്ക് പോകുന്നതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിൽ പങ്കെടുക്കാതെ കച്ചവടത്തിന് പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ടോ? ഇല്ല. കാരണം അത് അനുവദനീയമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത് ഹദീസിലല്ലേ, ഒരാളെ പഠിക്കാനാക്കും. ഉമറും ഒരാളും കൂടി ഊഴം വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിൽ ഇരിക്കും. ഉമർ ഇരിക്കുന്ന ദിവസം മറ്റേ ആള് ജോലിക്ക് പോകും. അയാൾ ഇരിക്കുന്ന ദിവസം ഉമർ റളിയല്ലാഹു അൻഹു കച്ചവടത്തിന് പോകും. എന്നിട്ട് അവർ പഠിച്ചത് പരസ്പരം പറഞ്ഞു കൊടുക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസ് അവിടെ ഉണ്ടായിരിക്കും. അവർ ജോലിക്ക് പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടില്ല, അനുവദിക്കപ്പെട്ട കാര്യമായതുകൊണ്ട് അവർ പഠിച്ചിരിക്കൽ നിർബന്ധമായ കാര്യങ്ങൾ അവർ എല്ലാവരും പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ അൻസാറുകൾ അവർ കൃഷി ചെയ്തവരായിരുന്നു. എന്നാൽ കാന അബൂ ഹുറൈറ യൽസമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ കഴിഞ്ഞിരുന്നു. അവിടുന്ന് കച്ചവടത്തിനോ കൃഷിക്കോ ഒന്നും പോയിട്ടില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഇങ്ങനെ പഠിക്കുക മാത്രമല്ല, അബൂ ഹുറൈറയുടെ ഹിഫ്ളിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പഠിച്ചത് മറന്നുപോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയുടെ കയ്യിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കുകയും എന്നിട്ട് ശരീരത്തിലേക്ക് ചേർത്തു പിടിക്കാൻ പറയുകയും ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു ഹദീസ് ഞാൻ മറന്നിട്ടില്ല എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു
പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു കാരണം ഹദീസുകൾ കൂടുതൽ റിവായത്ത് ചെയ്യാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരുപാട് കാലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ താബിഈകളെ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കേൾക്കാത്തവരെ കൂടുതൽ കണ്ടിട്ടുണ്ട്. അവർക്കാണല്ലോ ഹദീസ് കൂടുതൽ ആവശ്യം, അവരാണല്ലോ റിവായത്തിൽ നമുക്ക് ഇത് എത്തിച്ചേരുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവരെക്കാളൊക്കെ താബിഈകളെ കൂടുതൽ കണ്ടതാരാണ്? അബൂ ഹുറൈറ. അവരൊക്കെ നേരത്തെ മരണപ്പെട്ടു പോയവരാണ്. മറ്റൊരു കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു താമസിച്ചത് മദീനയിലായിരുന്നു. ഹദീസുകൾ ഇത്ര റിവായത്തുകൾ ഉണ്ടാകാനുള്ള ഒരു കാരണം അബൂ ഹുറൈറ താമസിച്ചത് മദീനയിലായിരുന്നു. മദീന നമുക്കറിയാം ആളുകൾ കൂടുതലായി സന്ദർശിക്കുന്ന നാടാണ്. അപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരികയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസുകൾ കേൾക്കുകയും അത് കൂടുതൽ ജനങ്ങളിലേക്ക് ഇന്ന് നമ്മിലേക്ക് റിവായത്തായി എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സഹാബിയെ ചീത്ത വിളിക്കുന്നത്, സംശയം ജനിപ്പിക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയാണ്. ഇസ്ലാമിന്റെ ഈ ദീനിന്റെ ശത്രുക്കൾ അള്ളാഹുവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ശത്രുക്കളല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ ആരെയും ചീത്ത വിളിക്കുകയില്ല. അവരോടുള്ള സ്നേഹം അത് ദീനാണ്, അവരോടുള്ള വെറുപ്പ് അത് കുഫറും നിഫാഖുമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യം കേട്ടപ്പോൾ, നബിയെ പരലോകത്ത് താങ്കളുടെ ശുപാർശയാൽ സൗഭാഗ്യം ലഭിക്കുന്നയാൾ ആരാണ് എന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ്, من قال أسعد الناس بشفاعتي يوم القيامة من قال لا إله إلا الله خالصا من قلبه. ഖിയാമത്ത് നാളിൽ എന്റെ ശുപാർശ കൊണ്ട് സൗഭാഗ്യം ലഭിക്കുന്നത് ആർക്കാണ്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആരാണോ പറഞ്ഞത്, ഖാലിസൻ മിൻ ഖൽബിഹി, കലർപ്പില്ലാത്ത ഹൃദയവും കൊണ്ട്. നോക്കൂ, ഇത് നാവ് കൊണ്ട് പറയുകയും എന്നിട്ട് അള്ളാഹുവിൽ പങ്കുചേർക്കുകയും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും ഇത് ഖാലിസായി പറഞ്ഞവനല്ല, യാതൊരു സംശയവുമില്ല. ഈ ഹദീസിന്റെ തന്നെ ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിച്ച ഹദീസാണിത്. അതുപോലെ ഈ ഹദീസിന്റെ തന്നെ ഇമാം അഹ്മദിന്റെ റിവായത്തിൽ ഇങ്ങനെ കാണാം, ആരാണ് എന്റെ ശുപാർശ കൊണ്ട് സൗഭാഗ്യം ലഭിച്ചവൻ? ലിമൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ യുസദ്ദിഖു ഖൽബുഹു ലിസാനഹു വലിസാനുഹു ഖൽബഹു. ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യം വഹിച്ചത്, മുഖ്ലിസൻ, ഒരു കലർപ്പുമില്ലാതെ അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കിക്കൊണ്ട്, യുസദ്ദിഖു ഖൽബുഹു ലിസാനഹു, അവന്റെ ഹൃദയം അവന്റെ നാവിനെ സത്യപ്പെടുത്തുന്നു. അവന്റെ ഹൃദയം പറയുന്നു, നാവിലൂടെ അവൻ പറയുന്നത് സത്യമാണ്. വലിസാനുഹു ഖൽബഹ്, അവന്റെ നാവ് ഹൃദയത്തെ സത്യപ്പെടുത്തുന്നു. അവന്റെ നാവിലൂടെ അവൻ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് പറയുന്നു. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യം വഹിച്ചവനാണ് ഖിയാമത്ത് നാളിൽ എന്റെ ശഫാഅത്ത് കൊണ്ട്, എന്റെ ശുപാർശ കൊണ്ട് സൗഭാഗ്യം ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളെ വിചാരണക്കെടുക്കാനുള്ള ശുപാർശക്ക് പുറമെ അതല്ലാതെ മുവഹിദുകൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ ചെയ്യും. നരകത്തിൽപ്പെട്ട ആളുകൾ അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ വേണ്ടി മാത്രമല്ല ശുപാർശ, സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ ലഭിക്കാൻ വേണ്ടിയും ശുപാർശയുണ്ട്. സ്വർഗം പല പദവികളാണ്, പല ദറജകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി 100 ദറജ, സ്വർഗത്തിൽ 100 ദറജകളുണ്ട്. അതിലേറ്റവും വലുത് അൽ ഫിർദൗസ്. വഇദാ സഅൽതുമുല്ലാഹൽ ജന്ന ഫസ്അലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് ചോദിക്കുക. ഫഇന്നഹ അഅലൽ ജന്നതി വഔസതുഹാ, അതാണ് ഏറ്റവും മുകളിലുള്ള സ്വർഗം, അതാണ് ഏറ്റവും നല്ല സ്വർഗം. സ്വർഗമെല്ലാം നല്ലതാണ്, അതിലേറ്റവും നല്ലത്. വഫൗഖഹ അർശുർ റഹ്മാൻ, അതിന്റെ മുകളിലാണ് റഹ്മാനായ റബ്ബിന്റെ അർശ്. നമുക്ക് സ്വർഗത്തിന്റെ ഫിർദൗസിന്റെ വലിപ്പം മനസ്സിലാക്കാൻ അത് മാത്രം മതി. കാരണം അതിന്റെ മേൽക്കൂര അള്ളാഹുവിന്റെ അർശാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലുത് അവന്റെ അർശാണ്. വമിൻഹു തഫജ്ജറു അൻഹാറുൽ ജന്ന, അവിടെ നിന്നാണ് സ്വർഗത്തിൽ അരുവികൾ പൊട്ടിയൊഴുകുന്നത് എന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ സ്വർഗത്തിൽ പദവികൾ ഉയർത്തപ്പെടാൻ ശുപാർശയുണ്ട്, പാപങ്ങൾ പൊറുക്കപ്പെടാൻ ശുപാർശയുണ്ട്. നരകത്തിൽ അകപ്പെട്ടു പോയവർ അവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ ശുപാർശയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിക്കുക അത് തൗഹീദിന്റെ ആളുകൾക്കാണ് ലഭിക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഈ ഖവാഇദുൽ അർബഇൽ 2 ഖാഇദകളാണ്.
ഷിർക്കും തൗഹീദും, ഷിർക്കിന്റെ ആളുകളെയും തൗഹീദിന്റെ ആളുകളെയും വേറിട്ട് മനസ്സിലാക്കാനുള്ള ഈ അടിസ്ഥാന കാര്യങ്ങളിൽ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന അവിടുത്തെ എതിരാളികളായിരുന്ന മുശ്രിക്കുകൾ അള്ളാഹുവാണ് അവരെ പടച്ചത്, ലോകം പടച്ചത്, ആകാശഭൂമികൾ സൃഷ്ടിച്ചതും മഴ പെയ്യിക്കുന്നതുമെല്ലാം എന്ന് വിശ്വസിച്ചവരായിരുന്നു. ഖുർആനിലെ ആയത്തുകൾ അതിന് തെളിവാണ്. രണ്ടാമത്തത്, അവർ അവരുടെ ഇലാഹുകളെ വിളിച്ചു തേടിയത്, അവർ പറയുന്നത് ഞങ്ങൾ ഇവരോട് തേടുന്നത് എന്തിനാണ്? അള്ളാഹുലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ. അതുപോലെ ശുപാർശയ്ക്ക് വേണ്ടി ഞങ്ങളെ കാര്യം ഇവരോട് പറയും, ഇവർ അള്ളാഹുവിനോട് പറയും. അതിനും ഇതാ പരിശുദ്ധ ഖുർആനിലെ തെളിവുകൾ. സൂറത്ത് സുമറിലെ ആയത്ത്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫാഔന ഇൻദല്ലാഹ് എന്ന് തുടങ്ങി ആയത്തുകൾ. സഹോദരങ്ങളെ, ഈ ഖായിദകൾ ശിർക്കിന്റെ ആളുകൾക്കും അത് പ്രചരിപ്പിച്ച് ജനങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നവർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഒരിക്കലും അവർക്ക് ഇത് ജനങ്ങൾ അറിയുന്നത് അവർക്ക് സുഖിക്കുകയില്ല. മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു, അള്ളാഹു ഉണ്ടെന്ന് അവർക്ക് വിശ്വാസമുണ്ട്. അതോടൊപ്പം അവർ ശുപാർശക്കും അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുമാണ് ഇവരൊക്കെ ആരാണ് ആരാധിച്ചത്? നബിമാരെ, സാലിഹുകളൊക്കെ അവർ ആരാധിച്ചത് എന്ന കാര്യം ഒരിക്കലും ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് രസിക്കുകയില്ല. അതുപോലെ ഈ വാദത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനും അവർക്ക് സാധ്യമല്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിഷയം മാറ്റാൻ, മറ്റുള്ള മസ്അലകളിലേക്ക് തർക്കം കൊണ്ടുപോകാനൊക്കെ അവർ ശ്രമിക്കും. അതുകൊണ്ട് ഇത് നന്നായി മനസ്സിലാക്കുകയും വിവരമില്ലാതെ ഇതുപോലുള്ള ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളിൽ പെട്ടുപോയിട്ടുള്ള സാധുക്കളായ ആളുകൾക്ക് അള്ളാഹുവിനു വേണ്ടി ഇഖ്ലാസോടെ, ക്ഷമയോടെ, ഗുണകാംക്ഷയോടെ ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك. صلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.